KSRTC ജീവനക്കാർ പണിമുടക്കില്ല എന്ന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയിൽ LDF-ൽ അതൃപ്തി. പ്രസ്താവന LDF ചർച്ച ചെയ്യുമെന്ന് മുന്നണി കൺവീനർ ടി.പി. രാമകൃഷ്ണനും LDF നിലപാട് മറന്നാണ് മന്ത്രിയുടെ പ്രതികരണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. കെ.ബി. ഗണേഷ് കുമാറിന്റേത് ഇടതുമുന്നണി നിലപാടല്ല എന്ന് തൊഴിൽ മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞു. സാധാരണ നിലയിൽ മന്ത്രിക്കല്ല നോട്ടീസ് കൊടുക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാൻ അവസരമുണ്ട്. അവിടെയെല്ലാം ഈ വിഷയങ്ങൾ ചർച്ച നടത്തി ഭാവിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരമാവധി കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഗണേഷ് കുമാറിന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രസ്താവന വന്നിട്ടുണ്ട്. ഒരു മന്ത്രിക്ക് അങ്ങനെ പറയാൻ തോന്നുമായിരിക്കാം. പക്ഷേ പൊതുവിൽ അദ്ദേഹം കേൾക്കേണ്ട സ്റ്റാൻഡ് LDF-ന്റെ പൊതുവായ നിലപാടിൻ്റെ ഭാഗത്ത് നിരക്കുന്ന ഒന്നല്ല എന്നാണ് തോന്നിയത്. അതൊരു വികാരാവേശം മൂലം അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇതൊരു മുന്നണി വിഷയമായി മാറി അല്ലേ? വിജയകുമാർ, KSRTC ജീവനക്കാർ പണിമുടക്കില്ലെന്നും അവരെല്ലാം നല്ല സന്തുഷ്ടരാണെന്നുമായിരുന്നു കെ.ബി. ഗണേഷ് കുമാർ ഇന്നലെ പ്രതികരിച്ചത്. എന്നാൽ ദേശീയ പണിമുടക്കിനോട് മന്ത്രിയിൽ നിന്ന്, ഒരു ഇടതുപക്ഷ മന്ത്രിയിൽ നിന്ന് ഉണ്ടായ പ്രതികരണം പാർട്ടി CPIM-നകത്തും CPI-ക്കകത്തും തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കിടയിലും വലിയ തോതിൽ എതിർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എതിർപ്പിൻ്റെ പ്രതിഫലനം എന്നോണമാണ് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറും CITU സംസ്ഥാന പ്രസിഡന്റുമായ ടി.പി. രാമകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഗണേഷ് കുമാറിനെ തിരുത്തി രംഗത്ത് വന്നത്. ഇന്നും മന്ത്രിസഭയിൽ നിന്ന് പോലും അദ്ദേഹത്തിന് എതിർപ്പ് നേരിട്ടു. അതിൻ്റെ തെളിവാണ് വി. ശിവൻകുട്ടി അല്പം മുമ്പ് നടത്തിയ പ്രതികരണം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇത് ഒരു മുന്നണി വിഷയമായി തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള പ്രതികരണവുമായി വന്നു. മന്ത്രിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രതികരണമാണ്, ഇടതുപക്ഷ മന്ത്രിക്ക് ചേർന്നതല്ല ഈ പ്രതികരണം എന്ന നിലപാടാണ് CPIക്ക് ഉള്ളത്. എന്തായാലും കെ.ബി. ഗണേഷ് കുമാർ ഈ പ്രസ്താവനയോടെ വിവാദത്തിലായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം LDF-നകത്ത് വലിയ തോതിൽ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. യെസ്, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് കെ.ബി. ഗണേഷ് കുമാർ എന്തെങ്കിലും വിശദീകരണം ഈ വിഷയത്തിൽ ഇനി നടത്തുമോ എന്നാണ് അറിയേണ്ടത്. ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ ഇടതു നേതാക്കൾ അദ്ദേഹത്തെ തിരുത്തിയതിനു ശേഷം കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുമില്ല.